Yo, this is Karthikeyan and welcome back to our channel Karthikeyan Game 3. Guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോച്ചാൽ IQ30 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണെ പറ്റിയാണ്. അപ്പോൾ ഈ ഫോൺ ഇറങ്ങിയപ്പോൾ 4 ദിവസമായി. അപ്പോൾ ടൈമിങ്ങിൽ വീഡിയോ ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുകളായതുകൊണ്ട് നമ്മൾ എന്തായാലും വീഡിയോ ഇടാൻ നോക്കാം, കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ നോക്കാം. എന്തായാലും നമ്മുടെ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഓഫ് 2024 അതിൻ്റെ വീഡിയോ ഒക്കെ എന്തായാലും വരുന്നതായിരിക്കും. അത് ഡിസംബർ ലാസ്റ്റ് ആമത്തെ വരെയായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ IQ13 അതിന് നമ്മൾ ആദ്യം ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ 207 ഗ്രാമാണ് വെയിറ്റ്. പിന്നെ അലൂമിനിയം ആണ് ഫ്രെയിം, ഗ്ലാസ് ബാക്കാണ്. പിന്നെ IP68-69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫ്ലാഷിപ്പ് സംഭവം തന്നെയാണ്. പിന്നെ RGB LED ലൈറ്റ് ഉണ്ട്. സംബന്ധിച്ച് ക്യാമറ ഒരു സ്ക്വയർ പോലത്തെയാണ്, അതിൻ്റെ ചുറ്റും ഒരു RGB ലൈറ്റ് ഉണ്ട്, LED ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ തന്നെ ചൂസ് ചെയ്യാൻ പറ്റും ഏത് ലൈറ്റാണെന്നൊക്കെ. അപ്പോൾ അത് നല്ല സംഭവം തന്നെയാണ്. അടുത്ത നമുക്ക് നേരെ ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ 6.82 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. അത് LTPO AMOLED 144 Hz HDR10+, പിന്നെ 1 ബില്യൺ കളേഴ്സാണ്. 800 nits ആണ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്, 1800 nits ആണ് ഹൈ ബ്രൈറ്റ്നസ് മോഡ്, പിന്നെ 4500 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. നമുക്ക് 800 nits ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് ആണ് നമ്മൾ സാധാരണ ഇൻഡോറൊക്കെ ഇരിക്കുമ്പോൾ. 1800 nits എന്ന് പറയുമ്പോൾ ഹൈ ബ്രൈറ്റ്നസ് മോഡ് എന്ന് പറയുമ്പോൾ സംബന്ധിച്ചാൽ നമ്മൾ ഈ സണ്ണിൻ്റെ ഡയറക്റ്റ് ഇരിക്കുമ്പോഴാണ്, അപ്പോഴാണ് 1800 nitsലെത്തുക. പിന്നെ 4500 nits പീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ HDR കണ്ടൻറ്റൊക്കെ കാണുമ്പോൾ ചില സമയത്ത് വരുന്നൊരു ബ്രൈറ്റ്നസ്സാണ്. അപ്പോൾ അതാണ് സംഭവം. ഈ വീഡിയോ എപ്പോഴും ഞാൻ പറയാറുണ്ട്, അപ്പോൾ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഈ പീക്ക് ബ്രൈറ്റ്നസ് പറയുമ്പോൾ എല്ലാ സമയത്തും ചില സമയത്ത് അതിലെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഡിസ്പ്ലേ ഒക്കെ ടോപ്പ് ക്ലാസ് ആണ്. സംഭവിച്ചാൽ 120 Hz ആണ് നമ്മൾ നോർമൽ യൂസ് ചെയ്യുമ്പോൾ. 144 Hz ആണ് ഈ ഗെയിമൊക്കെ കളിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഓരോ റിവ്യൂസും ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ 120 Hz ആണ് നമ്മൾ നോർമൽ യൂസ് ചെയ്ത്, 144 Hz ഗെയിമൊക്കെ കളിക്കുമ്പോഴാണ് സപ്പോർട്ട് ചെയ്ത ഗെയിംസ്. പിന്നെ കുറേ ഗെയിമിംഗ് ഫീച്ചേഴ്സ് ഇല്ലാതെ വരുന്നുണ്ട്. എന്തായിരുന്നു മറ്റേ ഫ്രെയിം ഇൻ്റർപോളേഷൻ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ലോ റിഫ്രഷ് റേറ്റുള്ള ഗെയിംസ് ഹൈ റിഫ്രഷ് റേറ്റിലൊക്കെ ആക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഈ 144 Hz യൂസ്ഫുൾ ആയിരിക്കും, ഫ്രെയിം ഇൻ്റർപോളേഷൻ സംഭവങ്ങളൊക്കെ. പിന്നെ അടുത്ത് സംഭവിച്ചാൽ ചിപ്സെറ്റാണ്. അപ്പോൾ Qualcomm Snapdragon 888 ആണ് ദ ബെസ്റ്റ് ഫ്ലാഷിപ്പ് ചിപ്സെറ്റ്. അതിനെപ്പറ്റി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയാനില്ല, വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലാഷിപ്പ് ചിപ്സെറ്റ്സ് തന്നെയാണ്. പിന്നെ Android 15 ആണ് വരുന്നത്, അത് മാത്രമല്ല ഫൺ ടച്ച് OS 15 ആണ് വരുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ ക്യാമറയുടെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 50 MP ഒരു വൈഡ് ക്യാമറയാണ്. പിന്നെ 50 MP ഒരു 50 MP വൈഡ് ക്യാമറയിൽ ഇതുണ്ട്, OIS ഉണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ ഷേക്ക് ഫ്രീ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ 50 MP ടെലിഫോട്ടോ ക്യാമറ ഉണ്ട്, അതിന് OIS ഉണ്ട്. പിന്നെ 2x ഒപ്റ്റിക്കൽ സൂം ആണ്, 3x ആക്കായിരുന്നു. അതൊരു ഇത്രയും 50 MP ടെലിഫോട്ടോകൾ 3x അറ്റ്ലീസ്റ്റ് മിനിമം ആക്കായിരുന്നു. പിന്നെ 50 MP അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളി തന്നെയാണ്. പിന്നെ 8K 30 FPS എടുക്കാറ്റ്, 4K 24 30 60 FPS എടുക്കാറ്റ്, പിന്നെ 120 30 60 120 FPS ഒക്കെ എടുക്കാറ്റ്, അതിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ ക്യാമറ കാറ്റഗറിയിലെല്ലാം ഉണ്ട്. പിന്നെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 32 MP ഒരു വൈഡ് ക്യാമറയാണ്, അത് HDR സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 4K 30 60 FPS ഫ്രണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ 1080 30 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, ഹെഡ്ഫോൺ ജാക്കില്ല, NFC-യുടെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ അണ്ടർ ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അപ്പോൾ ഒപ്റ്റിക്കലെക്കാട്ടി കൂടുതൽ സെക്യൂർ ആയിരിക്കും. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ബാറ്ററി വന്നിരിക്കുന്നത് 6000 mAh ബാറ്ററി വന്നിരിക്കും. പിന്നെ 120 വാട്ടിന് ഒരു വയർഡ് ചാർജിങ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ 100% ജസ്റ്റ് 30 minutes കൊണ്ട് ചാർജ് ചെയ്ത് കഴിയുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്പെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രൈസൊക്കെ എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഇതായിരിക്കും.
എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പിന്നെ ഐക്യു എന്തായാലും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെച്ചാണ് എല്ലാം ഇറക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 12GB 256GB പ്രൈസാണ് 54,999 റുപ്പീസ്. 16GB 512GB വേരിയൻ്റെ പ്രൈസാണ് 59,999 റുപ്പീസ്. ഗൈസ് അപ്പം പറയുകയാണെങ്കിൽ എല്ലാം അടിപൊളി തന്നെയാണ്. ബിൽഡ് അടിപൊളി തന്നെയാണ്, ഡിസ്പ്ലേ അടിപൊളിയാണ്, പിന്നെ പ്രോസസ്സർ അടിപൊളിയാണ്. വാസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ക്യാമറയിൽ അവർക്ക് 3x കൊടുക്കായിരുന്നു. പിന്നെ സെൽഫിയിൽ 4K കൊടുത്തിട്ടുണ്ട്. ഗെയിമിംഗ് ഫോണായിരുന്നു അവർക്കൊരു ഹെഡ്ഫോൺസ് ഞാൻ കൊടുക്കുക, പക്ഷെ അവർ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ഫ്ലാഷ് സ്മാർട്ട് ഫോൺ എന്തൊരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണും പോലും വരാറില്ല. പിന്നെ ഡിസ്പ്ലേ അടിപൊളി, ബാറ്ററി അടിപൊളിയാണ്. 6000 mAh ബാറ്ററി ഉണ്ട്, അപ്പോൾ നല്ല ബാറ്ററി ലൈഫും കിട്ടും. പിന്നെ ഗെയിമിങ്ങിനാവശ്യം പല ഫീച്ചേഴ്സും ഉണ്ട്. 144 Hz ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ അടിപൊളി തന്നെയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ എസ്പെഷ്യലി ഗെയിമേഴ്സാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ വാങ്ങിക്കാവുന്നതാണ്. അപ്പം ആരെന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാ ഗെയിമിങ്ങിൻ്റെ കാറ്റഗറി മാത്രമേ ഡിസ്പ്ലേ, പ്രോസസ്സർ, ഡിസൈൻ എല്ലാം അടിപൊളി തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. എല്ലാ IP റേറ്റിംഗ് എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നതാണ്. ഗെയിമിങ് അല്ലാണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം സ്മാർട്ട് ഫോൺ. അപ്പോൾ നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ വാങ്ങിക്കുക ജസ്റ്റ് കമൻറ്റ് ആവും ബിലോ. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഒപ്പീനിയൻ സ്മാർട്ട് ഫോൺ അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം, പീസ്, ബൈ.